വെൽക്കം ടു റെസ്റ്റ് ഇൻ ദ വേർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ജെനസിസ് 3 ഉൽപ്പത്തി 3 വായിച്ചത്. ഹല്ലേലൂയ, 3 വായിച്ചത്. ഇന്ന് നമുക്ക് മാത്യു 1 മത്തായി 1 വായിക്കാം. ബൈബിളിൽ 2 പാർട്ടായിട്ടാണ്. ഒന്ന് ഓൾഡ് ടെസ്റ്റമെൻറ്റ്, വേറെ ന്യൂ ടെസ്റ്റമെൻറ്റ്. പഴയ നിയമം യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് മുമ്പാണ്. പുതിയ നിയമം യേശുവിന് പുനരുദ്ധാനത്തിന് ശേഷമാണ്. നമ്മൾ യേശുവിനെ സ്വീകരിച്ച മക്കളാണ്. നമ്മൾ പുതിയ സൃഷ്ടിയാണ്. ഇന്ന് യേശു നമ്മുടെ അകത്താണ് വസിക്കുന്നത്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ട എല്ലാ വാഗ്ദത്തങ്ങൾ മാത്രമേ നമുക്ക് കാണാം. നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വാഗ്ദത്തങ്ങളും. ബ്ലെസ്സിങ്സ് മാത്രമാണ് പുതിയ സൃഷ്ടിക്ക് വേണ്ടിയിട്ട്. അല്ലാത്തത് ഒന്നും നമുക്ക് ഇല്ല. ഹല്ലേലൂയ. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാം പഠിപ്പിച്ചു തരും. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരു ബെസ്റ്റ് ടീച്ചറാണ്. നല്ല അനുഗ്രഹമുള്ള ടീച്ചറാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഇന്ന് നമുക്ക് മാത്യു 1 വായിക്കാം. സ്തോത്രം. നമ്മളിത് വായിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ 1:18 മുതൽ അവിടെ യേശുവിൻ്റെ ജനനം കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. This is how the birth of Jesus came about. His mother Mary was pledged to be married to Joseph, but before they came together, she was found to be with child through the Holy Spirit. Because Joseph, her husband, was a righteous man and did not want to expose her to public disgrace, he had in mind to divorce her quietly. But after he had considered this, an angel of the Lord appeared to him in a dream and said, Joseph, son of David, do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. She will give birth to a son, and you are to give him the name Jesus, because he will save his people from their sins. All this took place to fulfill what the Lord had said through the prophet. The virgin will be with child and will give birth to a son, and they will call him Emmanuel, which means God with us. When Joseph woke up, he did what the angel of the Lord had commanded him and took Mary home as his wife. But he had no union with her until she gave birth to a son, and he gave him the name Jesus. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് മാത്യു 1 മുതൽ 17 വരെ. യേശുവിൻ്റെ ഫാമിലി ലൈനാണ് വംശാവലി. യേശു വന്നത് എബ്രാഹിം ആൻഡ് കിങ് ഡേവിഡിൻ്റെ ഫാമിലി ലൈനിന്നാണ്, വംശാവലി നിന്നാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇതിനെക്കുറിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് തന്നെ നിവർത്തിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 18 മുതൽ 25 വരെ യേശുവിൻ്റെ ജനനം കുറിച്ചാണ്. ഹല്ലേലൂയ. മാരി became pregnant by the Holy Spirit. ദൈവത്തിൻ്റെ ശക്തി മാരിൻ്റെ മുകളിൽ വന്നു. അങ്ങനെയാണ് മാരി പ്രഗ്നൻ്റ് ആയത്. അങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ എല്ലാവരും ജനിക്കുന്നത് പോലെയല്ല യേശുവിൻ്റെ ജനനം. യേശുവിൻ്റെ ജനനം ഒരു അത്ഭുത ജനനമാണ്. ഒരു വേർജിൻ മാരി. ഹല്ലേലൂയ. വേർജിൻ മാരിൻ്റെ മുകളിൽ കർത്താവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി വന്നു. അങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര അനുഗ്രഹമുള്ള വചനമാണ്. ഈ ദൈവം പറഞ്ഞ വാഗ്ദത്തം. ഒരു രക്ഷകൻ ഈ ഭൂമിയിൽ ജനിക്കും. മനുഷ്യൻ്റെ പാപത്തിനായി ഒരു പരിഹാരമായിട്ട് ഈ ഭൂമിയിൽ യേശു ജനിച്ചു. നമ്മുടെ സകല പാപം ആ ക്രൂശിൽ വഹിച്ചു. ഹല്ലേലൂയ. മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ യേശുവിൽ ആര് വിശ്വസിച്ചോ അവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹീ ഈസ് എ സേവിയർ. He is Emmanuel. Hallelujah. God with us. ഇന്ന് ദൈവം നമ്മുടെ കൂടെയാണ്. ഹല്ലേലൂയ. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നന്ദി. നമ്മുടെ എന്ത് പ്രാർത്ഥന ആവശ്യമായാലും കർത്താവിന് എല്ലാം അറിയാം. അതിന് മുകളിൽ എൻ്റെ കർത്താവിൻ്റെ കരം എന്ന് വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ എത്രമാത്രം വിഷമിച്ചിരിക്കുമായിരിക്കും. ചിലപ്പോൾ ഒരു വഴി പോലും നമുക്ക് കാണില്ലായിരിക്കും. എന്നാൽ യേശുവാണ് ആ വഴി. യേശുവാണ് രക്ഷകൻ. ഹല്ലേലൂയ. നമ്മുടെ എന്ത് പ്രശ്നമായാലും ഹല്ലേലൂയ യേശു വിളിച്ചാൽ മതി. അവിടെ അത്ഭുതം വന്നിരിക്കും, നടന്നിരിക്കും, സൗഖ്യം നടന്നിരിക്കും. യേശുവിൻ്റെ അടുപ്പിനൊരാൾ സൗഖ്യമാണ്. യേശുവേ സ്തോത്രം. ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ
ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വായിച്ച ആ വചനം എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത വചനമായിട്ട് കാണാം. അതുവരെ എൻ്റെ യേശു നിങ്ങളെല്ലാവരും സൂക്ഷിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.